വിശദമായ വാർത്തയിലേക്ക്. നോട്ട് പ്രതിസന്ധി ഡിസംബർ 30-ന് ശേഷവും തുടരുമെന്ന് വ്യക്തമായി. സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസം തീരാൻ 4 ദിവസം ബാക്കിയുള്ളപ്പോൾ ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടുകളില്ല. ഈ സാഹചര്യത്തിൽ പുതുവർഷത്തിലും നിയന്ത്രണം തുടരും. ഡിജിറ്റൽ ചുവടുവയ്പ് എന്ന രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം നേരിടാനാണ് സർക്കാർ ആലോചന. നോട്ട് പ്രതിസന്ധി അവസാനിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസത്തെ സമയം തീരാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ബാങ്കുകളിൽ ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിന് ഇപ്പോഴും ആയിട്ടില്ല. പിൻവലിച്ച നോട്ടുകളുടെ അതേ മൂല്യത്തിൽ പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാൻ ഏപ്രിൽ വരെയെങ്കിലും ആകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ുള്ള നിയന്ത്രണങ്ങൾ പുതിയ മാനദണ്ഡങ്ങളോടെ ഡിസംബർ 30-ന് ശേഷവും തുടരാനാണ് ധനമന്ത്രാലയത്തിന്റെ ആലോചന. ആഴ്ചയിൽ 24,000 രൂപ, ATMകളിൽ നിന്ന് പരമാവധി 2,500 രൂപ എന്നിങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് ധനകാര്യ സെക്രട്ടറി അശോക ലാവ വ്യക്തമാക്കുന്നത്. 15.4 ലക്ഷം കോടി രൂപ പിൻവലിച്ചെടുത്ത് 5.92 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ മാത്രമാണ് റിസർവ് ബാങ്ക് ബാങ്കുകളിൽ എത്തിച്ചത്. ഈ സാഹചര്യത്തിൽ പുതുവർഷത്തിലും തൽസ്ഥിതി തുടരും. നിലവിൽ 2,000 രൂപ നോട്ടുകൾ കൂടുതൽ ഉപയോഗിക്കാനാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിലെ നോട്ട് നിയന്ത്രണം കുറഞ്ഞത് 2 മാസം കൂടി തുടരേണ്ടി വരുമെന്ന് SBI ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ തന്നെ ഡിസംബർ 30-ന് ശേഷമുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഡിജിറ്റൽ എക്കോണമി ചുവടുവയ്പ് എന്ന രീതിയിൽ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല സന്നിധാനത്ത് തിക്കിലും തിരക്കിലും 18 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർ ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ്. മാളികപ്പുറത്തിന് സമീപം ബാരിക്കേഡ് തകർന്നതാണ് അപകട കാരണം. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ദർശനത്തിനായി മാളികപ്പുറത്തിന് സമീപം കാത്തുനിന്നവരാണ് തിക്കിലും തിരക്കിലും പെട്ടത്. സമീപകാല ചരിത്രത്തിൽ മണ്ഡലപൂജയ്ക്ക് അനുഭവപ്പെട്ട അഭൂതപൂർവമായ തിരക്കിനാണ് സന്നിധാനം ഇന്ന് സാക്ഷിയായത്. തീർത്ഥാടകർക്ക് ക്യൂ നിൽക്കാൻ സ്ഥാപിച്ച ഇരുമ്പ് ബാരിക്കേഡ് തകർന്നതിനെ തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായത്. സംഭവത്തിൽ കുട്ടികളടക്കം 18 പേർക്ക് പരിക്കേറ്റു. ശ്വാസതടസ്സമുണ്ടായ 3 പേരെ പമ്പ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ മാറ്റി. പോലീസിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും സമയോചിതമായ ഇടപെടലാണ് ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയത്. സംഭവത്തെ തുടർന്ന് ചിതറിയോടിയ തീർത്ഥാടകരെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതും ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനായി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു. പരിക്കേറ്റവർക്ക് ചികിത്സയും ഉറപ്പുവരുത്തി. സഫോക്കേഷൻ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അതിൽ 3 പേരെ പമ്പയിലേക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇവിടെയുള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സയ്ക്ക് വിധേയമായിട്ട് കഴിയുകയാണ്. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അവിടെ ആ സന്ദർഭത്തിലുണ്ടായിരുന്ന പോലീസ് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു. പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ഒരു 4-5 മിനിറ്റിനകത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ അന്തരീക്ഷത്തെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അസ്വാഭാവികമായിട്ടൊന്നും തന്നെയില്ല, ഭയപ്പെടാനൊന്നുമില്ല, എല്ലാം നിയന്ത്രണ വിധേയമാണ്. 101 പേർ മരണപ്പെട്ട പുൽമേട് ദുരന്തത്തിന്റെ തനിയാവർത്തനമായേക്കാവുന്ന ദുരന്തമാണ് സുരക്ഷാ സേനയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ഒഴിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, ശബരിമല. തൃപ്തി ദേശായി നീതിന്യായ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിലവിലുള്ള നിയമം തൃപ്തിക്കും ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു.
കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്? സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. കോതമംഗലത്താണ് പണം മോഷ്ടിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിയെ മെഡിക്കൽ ലാബ് ഉടമ തുടയിൽ സൂചി കയറ്റിയും മർദ്ദിച്ചതായുമുള്ള പരാതി വന്നത്. 7 മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ ലാബ് ഉടമ നാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നത്. ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ഫീസ് അടയ്ക്കാൻ പണമുണ്ടാക്കാനായി കഴിഞ്ഞ മാസം മുതൽ കോതമംഗലത്തെ മെഡിക്കൽ ലാബിൽ പാർട്ട് ടൈം ജോലിക്കെത്തിയ പെൺകുട്ടിയാണ് ക്രൂരപീഡനത്തിനിരയായത്. ഡിസംബർ 16 രാവിലെ 8:30 മുതൽ 3:30 വരെയായിരുന്നു പീഡനമെന്ന് പരാതിയിൽ പറയുന്നു. ലാബിൽ നിന്ന് 26,000 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു ലാബ് ഉടമ നാസർ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. കുറ്റം സമ്മതിപ്പിക്കാനായി കരണത്തടിക്കുകയും ചുവരിൽ ചേർത്ത് നിർത്തി തുടയിൽ സൂചിയുമായുള്ള സിറിഞ്ച് കുത്തിക്കയറ്റുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനിടെ സൂചി ഒടിഞ്ഞ് മാംസത്തിൽ കയറുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ മോഷണക്കുറ്റം സംബന്ധിച്ച് എഴുതി ഒപ്പിട്ട് നൽകിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നും പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. തുടയിൽ സൂചി കയറിയതിനെ തുടർന്ന് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പിന്നീട് കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയിലൂടെയാണ് സൂചി പുറത്തെടുത്തത്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം ലാബ് ഉടമ തങ്കളം സ്വദേശി നാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കോതമംഗലം പോലീസ് കേസെടുത്തു. സംഭവം നടക്കുന്ന സമയത്ത് നാസറിന്റെ ഭാര്യയും ലാബിലുണ്ടായിരുന്നു. പീഡന വിവരം പറയാതിരുന്നതിന് നാസറിന്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തതിനെ തുടർന്ന് ഇരുവരും ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാവ്യവൽക്കരണം തുടരുന്നു. RSS നേതാവ് വൈ സുദർശൻ റാവുവിനെ നളന്ദ സർവകലാശാല വൈസ് ചാൻസലറാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചു. മോഡി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു തൊട്ടു പിന്നാലെ വൈ സുദർശൻ റാവുവിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർപേഴ്സണാക്കിയത് വിവാദമായിരുന്നു. വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ സംഘപരിവാർ അനുഭാവികളെ തിരികെ കയറ്റുന്നതിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് സുദർശൻ റാവുവിനെ നളന്ദ സർവകലാശാല വൈസ് ചാൻസലറാക്കാൻ കേന്ദ്രം നീക്കം ആരംഭിച്ചത്. ഇഫ്ലു വൈസ് ചാൻസലർ പ്രൊഫസർ സുനൈന സിംഗ്, JNU പ്രൊഫസർ മകരന്ദ് പരഞ്ജപെ, ചരിത്രകാരി നിർമ്മല ശർമ്മ എന്നിവരുടെ പേരുകളാണ് നേരത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. നളന്ദ വൈസ് ചാൻസലർ തസ്തികയിലേക്ക് 160 അപേക്ഷകളാണ് ലഭിച്ചത്. എന്നാൽ ഇവരെയെല്ലാം പിന്തള്ളിയാണ് സുദർശൻ റാവുവിനെ നിയമിക്കാൻ ഒരുങ്ങുന്നത്. നോബൽ ജേതാവ് അമർത്യ സെൻ, മുൻ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി ജോർജ് ഇയോ തുടങ്ങിയവർ നേരത്തെ നളന്ദ വൈസ് ചാൻസലർമാരായിരുന്നു. ഇരുവരും കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് രാജിവെച്ചിരുന്നു. നളന്ദ സർവകലാശാല ഗവേണിംഗ് ബോഡി കേന്ദ്ര സർക്കാർ ഉടച്ചുവാർത്തതും വിവാദമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സന്നിധാനത്തെ ഭക്തജനസാന്ദ്രമാക്കി ഭക്തിയുടെ നിറവിൽ ശബരിമല അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. 42 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ നാളെ മണ്ഡലപൂജ നടക്കും. ആയിരങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകിയാണ് ശബരിമലയിൽ അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നത്. മകരവിളക്കിനെന്ന പോൽ വൻ ഭക്തജന തിരക്കിനാണ് സന്നിധാനം ഇത്തവണ സാക്ഷിയായത്. ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്കയങ്കി ഗണപതി കോവിലിൽ ഭക്തന്മാർക്ക് ദർശനത്തിന് വെച്ച ശേഷം 5:30 ശരംകുത്തിയിലെത്തിച്ചത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവർ തങ്കയങ്കി സ്വീകരിച്ച് കൊടിമരച്ചുവട്ടിൽ ദേവസ്വം അധികാരികൾക്ക് കൈമാറി. ശ്രീകോവിലിന് മുന്നിൽ തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, അംഗങ്ങളായ കെ രാഘവൻ, അജയ് തറയിൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. നാളെ ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. നാളെ രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 42 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപ്തി കുറിക്കും. 30-ന് വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല.